Welcome to Lubeck. I took a dive. I didn't know I'd fall so deep into your eyes. I've never been somewhere so sweet. I'm hypnotized. Yeah, you put my mind at ease. Yeah, you're divine. I'm thankful that you're mine. Looking at me like people നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തും റിസർച്ച് ചെയ്തൊക്കെ പോകുന്ന പല ട്രിപ്സിനേക്കാളും ചിലപ്പോഴൊക്കെ ബ്യൂട്ടിഫുൾ ആവുന്നത് വളരെ അൺപ്ലാൻഡ് ആയിട്ട് നമ്മൾ എത്തിപ്പെടുന്ന ചില സ്ഥലങ്ങളായിരിക്കും. അങ്ങനെ നമ്മൾ വിസിറ്റ് ചെയ്യാൻ ഇടയായ ഒരു സ്ഥലമായിരുന്നു ലുബെക്ക്. ബാൾട്ടിക് സീനോട് വളരെ ക്ലോസ് ആയിട്ടുള്ളതും ഹാംബർഗിൽ നിന്ന് ഏകദേശം 1 അവർ ട്രാവൽ ചെയ്താൽ എത്തിപ്പെടാവുന്നതായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടാണ് ലുബെക്ക്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ ഓൾഡ് ടൗൺ. അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ കാണുന്ന ഹോൾസ്റ്റൺ ഗേറ്റ്. ഇത് തന്നെയാണ് ഇവിടുത്തെ മോസ്റ്റ് ഐക്കോണിക് ലാൻഡ്മാർക്കും. ഓൾഡ് സിറ്റി ഗേറ്റ് ആയിരുന്ന ഈ ബിൽഡിംഗ് ഒരു മ്യൂസിയം ആയിട്ടാണ് ഇവരിപ്പോൾ പ്രിസർവ് ചെയ്യുന്നത്. ജർമ്മനിയുടെ ഏത് ഭാഗത്ത് പോയാലും നമുക്ക് ധാരാളം ചേർച്ചസ് കാണാൻ പറ്റും. ലുബക്കിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചേർച്ചിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇത് സെൻറ്റ് പെട്രി ചർച്ച്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് അൾത്താരോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ ഒരു രൂപമോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു വൈറ്റ് പ്ലെയിൻ ചർച്ച്. അകത്ത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. യെസ്, ഇറ്റ്സ് എ ചർച്ച്. അതെ, മനസ്സിലാവാത്തതുകൊണ്ട് തന്നെയാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇപ്പോൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പണ്ട് ഇതൊരു റിയൽ ചർച്ച് തന്നെയായിരുന്നു കേട്ടോ. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് സിവിയർ ഡാമേജസ് ഒക്കെ വന്നതിന് ശേഷം സ്റ്റേറ്റ് ഇത് റീബിൽഡ് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ ഇവൻറ്റ്സും എക്സിബിഷൻസ് ഒക്കെയാണ് ഇവിടെ നടത്തുന്നത്. ചേർച്ചിൽ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്തത് പോയത് ലുബക്കിൻ്റെ ഓൾഡ് ടൗണിലേക്കായിരുന്നു. സ്ട്രീറ്റിൻ്റെ നടുവിലൂടെയുള്ള ഈ ഫൗണ്ടൈൻസ് എനിക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. ആളുകൾ ബോട്ടിൽസിൽ വെള്ളം ഫില്ല് ചെയ്യാനും കുട്ടികൾ കളിക്കാനും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. സമ്മറിൽ മാത്രം കാണാൻ പറ്റുന്ന ചില അപൂർവ കാഴ്ചകളാണിവ. ഈ സ്ട്രീറ്റ്സിലൂടെ നടക്കുമ്പോൾ മിസ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ഈ കാണുന്ന കഫേയും ഇവിടുത്തെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള സ്വീറ്റ് ഡിഷായ മാർസിപ്പനും. ആൽമണ്ട്സും ഷുഗറും ഒക്കെ വെച്ചുണ്ടാക്കുന്ന ഈ ഡിഷിന് ഫേമസ് ആയിട്ടുള്ള ഒരു കഫേയാണ് ഈ കഫേ. അങ്ങനെ അവിടെ നിന്നൊരു ഐസ്ക്രീമൊക്കെ വാങ്ങി നമ്മൾ അടുത്തത് പോയത് ഇവിടുത്തെ റാത്ഹൗസ് വിസിറ്റ് ചെയ്യാനാണ് കേട്ടോ. റാത്ഹൗസ് എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലെ ടൗൺ ഹാൾ. മേയറും സിറ്റി കൗൺസിലും എല്ലാം ഉൾപ്പെടുന്ന ലോക്കൽ ഗവൺമെൻറ് ഇവിടെ ഇരുന്നാണ് ഫങ്ഷൻ ചെയ്യുന്നത്.
രാത്ഹൗസിന് തൊട്ടടുത്തായിട്ടുള്ള സെൻറ്റ് മരിയൻ ചർച്ചായിരുന്നു നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മ്യൂസിക്കായിട്ട് ഒരുപാട് റിലേഷൻ ഉള്ളൊരു ചർച്ചാണിത്. ഇവിടെ ഇപ്പോഴും ധാരാളം കോൺസേർട്ട്സ് നടക്കാറുണ്ട്. തിരക്കുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ചർച്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയ ചെറിയ ധാരാളം കടകൾ നമുക്ക് കാണാൻ സാധിക്കും. ക്രോഷോയുടെ കൊട, ക്രോഷ് ചെയ്ത കൊട നല്ല ഭംഗിയുണ്ടല്ലേ. ഈ പള്ളി പണിതതിന് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട് കേട്ടോ. ഇതിൻ്റെ പണി നടക്കുമ്പോൾ ഒരു ചെകുത്താൻ അതുവഴി കടന്നു പോകാനും ഈ പണി കാണാനും ഇടയായി. ഡ്രിങ്കിങ് ഹാളോ വൈൻ യാർഡോ എന്തോ ആണ് പണിയുന്നതെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ചെകുത്താൻ പണി ചെയ്യാനായിട്ട് നിന്ന ആളുകളെ സഹായിക്കുകയും ആ പണീനെ സ്പീഡപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തു. ഏറെക്കുറെ പകുതിയായപ്പോഴാണ് ആൾക്ക് പണിയുന്നത് ഒരു പള്ളിയാണെന്ന് തിരിച്ചറിഞ്ഞത്. ആ ദേഷ്യത്തിൽ പള്ളി പൊളിക്കാനൊരുങ്ങിയ ചെകുത്താന് സമാധാനിപ്പിക്കാനായി അവരതിനടുത്ത് തന്നെ ഒരു ഡ്രിങ്കിങ് ഹാള് പിന്നെ പണിയുകയും ചെയ്തു. അതിൻ്റെ ഓർമ്മ കൂടിയാണ് ഈ ഡെവിൾ സ്റ്റാച്ചു. ലുബക്കിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ നോർത്ത് ഈസ്റ്റ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന കോസ്റ്റൽ ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള ട്രാവമുണ്ടയിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. സമ്മർ ആയതുകൊണ്ട് തന്നെ ബീച്ചെല്ലാം ക്രൗഡഡ് ആയിരിക്കും. സർഫിങ്ങിനും സ്വിമ്മിങ്ങിനും എല്ലാം ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. ഈ കാണുന്ന സീറ്റ്സ് എല്ലാം ആളുകൾക്ക് വെയിൽ കൊണ്ട് റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് മൂൺ ജെല്ലി ഫിഷ്. ട്രാൻസ്ലൂസൻ്റ് ആയതുകൊണ്ട് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ. സീകളുടെ ഇതിൽ കൂടെ നടക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശവും ഇവയെ പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ സൺസെറ്റ് കാണാൻ ബീച്ചിൽ വന്ന് നമ്മളെ വെയിറ്റ് ചെയ്ത് നിന്നത് മറ്റൊന്നായിരുന്നു. അതെ, മഴവില്ല് കണ്ടതും മഴ പെയ്തതും എല്ലാം ഒന്നിച്ച്. താങ്ക്സ് ടു ജർമ്മൻ വെതർ. ആസ്വദിച്ചു തുടങ്ങിയപ്പോഴേക്കും കഴിഞ്ഞുപോയൊരു പാട്ട് പോലെയായിപ്പോയി ബീച്ച് സന്ദർശനം. എന്നാലും സൺസെറ്റ് പ്രതീക്ഷിച്ചു വന്ന ഞങ്ങൾക്ക് മഴവില്ലെങ്കിലും കാണാൻ പറ്റിയ സന്തോഷത്തിൽ അതാ തിരികെ മടങ്ങുകയാണ്. ലൂബക്കിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുകയാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചൂസ്.